നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും എയറിറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് യുകെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് കഴിഞ്ഞ 2-3 വർഷത്തിനിടയ്ക്ക് യുകെയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ യുകെയിലെ ഓരോ നിയമമാറ്റങ്ങളും യുകെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ യുകെയിൽ ഇതുവരെ PR ആകാത്തവർക്കും ബാധിക്കുന്നത് തന്നെയാണ്. കാരണം നമുക്കിവിടെ PR ആകുന്നത് വരെ നമ്മളിവിടെ സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കണം. ആ സ്കിൽഡ് വർക്കർ വിസയിൽ നിന്ന് 5 വർഷം തികച്ചാൽ മാത്രമേ നമുക്ക് പെർമനന്റ് റെസിഡൻസി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ PR ലഭിക്കുന്നത് വരെ നമ്മളുടെ യുകെയിൽ വരുന്ന ഓരോ നിയമമാറ്റങ്ങളും നമ്മളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലേബറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ കുടിയേറ്റം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ സാധാരണക്കാരെല്ലാം ഈ കുടിയേറ്റത്തിനെതിരെ എതിർത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ വന്നു തുടങ്ങുന്നത്. ഇപ്പോൾ ലേബറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഏകദേശം 21ഓളം നിർദ്ദേശങ്ങളാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇനിയുള്ള വിദേശത്തു നിന്നുള്ള കുടിയേറ്റവുമായിട്ട് ബന്ധം. അത് ഇല്ലീഗലായിട്ടുള്ളതും ലീഗലായിട്ടുള്ള കുടിയേറ്റത്തെ ബാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റിംഗ് ബ്രിട്ടീഷ് വർക്കേഴ്സ്. അതായത് യുകെയിൽ നമുക്കറിയാമല്ലോ, ഒരുപാട് പേരാണ് ജോലി ചെയ്യാതെ ബെനിഫിറ്റ് മേടിച്ച് കഴിയുന്നത്. കാരണം ഇവിടുത്തെ ബെനിഫിറ്റ് സിസ്റ്റം നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് ഇവിടുത്തെ ബെനിഫിറ്റ്സുകൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബെനിഫിറ്റ്സിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നവരാണ്, പക്ഷേ പലർക്കും ജോലിയോട് താല്പര്യം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യുകെയിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം തത്സമയം നിങ്ങളെ അറിയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. യുകെയിലുള്ളവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നതാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം. അത്തരം യുകെയിലുള്ളവർ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം 6 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് യുകെയിലേക്ക് വന്നത്. അന്നേരം ഇങ്ങനെ യുകെയിൽ തന്നെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിദേശത്തുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കാമെന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് പ്ലാൻ. രണ്ടാമത്തെ ഒരു നിർദ്ദേശം അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്, നമുക്കറിയാം കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അവർ മൈഗ്രേഷൻ ഒരു ക്യാപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു ചാൻസ് അവർ പറഞ്ഞത്. അതായത് ഒരു വർഷം ഇത്രയും മൈഗ്രേഷൻ മതി, 1 ലക്ഷമോ 2 ലക്ഷമോ ഒരു സ്പെസിഫിക് ക്യാപ്പ് പ്രഖ്യാപിക്കാമെന്നുള്ളൊരു നിയമം കൊണ്ടുവരാനുള്ള പ്ലാൻ ചെയ്തു. ഇപ്പോൾ ലേബർ അറിയിച്ചിരിക്കുന്നത് നോ മൈഗ്രേഷൻ ടാർഗറ്റ്. അതായത് അവരുടെ രണ്ടാമത്തെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മൈഗ്രേഷൻ ടാർഗറ്റ് ആണ്. അതായത് ഒരു വർഷത്തേക്ക് ഇത്രേ റിക്രൂട്ട്മെന്റ് നടത്തുകയുള്ളൂ, അങ്ങനെയുള്ള ടാർഗറ്റ്സുകൾ ഒന്നുമില്ല. ഇവിടുത്തെ ആവശ്യമനുസരിച്ച് റിക്രൂട്ട്മെന്റ് നടത്താം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് സ്പെസിഫിക് ഒരു ടാർഗറ്റ് ഇല്ല. അത് നല്ലൊരു കാര്യം തന്നെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രന്റീസ്ഷിപ്പ് പ്രോത്സാഹിപ്പിക്കുക. യുകെയിൽ ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തൊഴിലില്ലാത്ത ആൾക്കാരുണ്ട്. പലരും ഈ യുകെയിലെ എഡ്യൂക്കേഷന് വലിയ താല്പര്യം കാണിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ഡിഗ്രി കോഴ്സുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അപ്രന്റീസ്ഷിപ്പ് കോഴ്സുകൾ നൽകാനുള്ള പ്ലാനാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അപ്രന്റീസ്ഷിപ്പ് കോഴ്സുകൾ കൊടുത്തുകൊണ്ട് ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യിച്ചുകൊണ്ട് ഇവിടെയുള്ള ജോലികൾക്ക് വേണ്ടി സാധാരണക്കാരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്ലാൻ. അങ്ങനെ ഒരു പ്ലാൻ അവർക്ക് സക്സസ്ഫുൾ ആക്കി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിദേശത്തു നിന്നുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കും. പല മേഖലകളിലും അങ്ങനെ ചെറിയ ചെറിയ കോഴ്സുകൾ നടത്തിയ ആൾക്കാരെ പ്രവേശിപ്പിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കും. നാലാമത്തെ ഒരു പ്ലാൻ അവർ പറഞ്ഞിരിക്കുന്നത് റെസ്ട്രിക്റ്റിംഗ് വിസാസ് ആണ്. അത് എങ്ങനെയാണ് ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവരുടെ സാലറി ലിമിറ്റ് 26,200 നിന്ന് 38,700 ആക്കി കൂട്ടി. അന്നേരം അങ്ങനെ കൂട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ യുകെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവരുടെ എണ്ണം പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എടുത്ത് മാറ്റിയായിരുന്നു. അതിന് പകരം ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റായി. അന്നേരം അതിനകത്തൊക്കെ ഒരുപാട് യുകെയിലേക്ക് വരുന്നവരുടെ എണ്ണം ഒരുപാട് കുറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഡിപെൻഡന്റ് വിസ നിർത്തലാക്കിയതും സ്റ്റുഡന്റ് ഡിപെൻഡൻസിന് നിർത്തലാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഒരുപാട് വിസ യുകെയിലേക്ക് കിട്ടുന്നത് കുറഞ്ഞിരുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്ലാൻ, അഞ്ചാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ ആണ്. അതായത് ഇത് സിമിലർ ടു നമ്മൾ അപ്രന്റീസ്ഷിപ്പ് കോഴ്സുകൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇതിനുവേണ്ടി ഏകദേശം 500 മില്യൺ ആണ് ഒരു വർഷം അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 500 മില്യണോളം പൗണ്ട് ചെലവാക്കി ഇവിടെയുള്ള സാധാരണക്കാരുടെ സ്കില്ലുകൾ ഉയർത്തുക എന്നുള്ളത്. അതായത് ഇവിടെ ഏത് ഫീൽഡിലാണ് വേക്കൻസി ഉള്ളത്, ആ വേക്കൻസികളിലേക്ക് ഇവിടെയുള്ളവരെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക, അവരുടെ സ്കില്ലുകൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്കീമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്കിൽസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻസ് ആണ്. അതിനുവേണ്ടി കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇവിടുത്തെ ഉള്ള എംപ്ലോയേഴ്സിന് അതിനുവേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വന്നിട്ടില്ല. ഇങ്ങനെ ഈ സ്കിൽസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ കൊണ്ട് വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കാനുള്ള ഒരു നിർദ്ദേശവും കൂടെ അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് അവർ പറഞ്ഞിരിക്കുന്നത് റെഡ്യൂസിംഗ് ഫോറിൻ വർക്കേഴ്സ് റിലയൻസ്. അതായത് നമ്മളിപ്പോൾ യുകെയിലെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, യുകെയിലെ മിക്ക സ്ഥാപനങ്ങളും ഇപ്പോൾ വിദേശികളെ ആശ്രയിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഫോഴ്സിന്റെ ഏകദേശം 17% വിദേശ രാജ്യത്തു നിന്നുള്ള വർക്കേഴ്സാണ്. അതായത് വിസയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ വിസ കിട്ടിക്കഴിഞ്ഞ് ഇവിടെ പെർമനന്റ് റെസിഡൻസി ആകുന്നവരും ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. അല്ലാതുള്ള 17% വിദേശത്തു നിന്നുള്ളവരാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഓരോ സ്ഥാപനത്തിലെയും കണക്ക് വെച്ച് നോക്കിയാൽ 100-ൽ 17 പേര് വിദേശത്തു നിന്നുള്ളവരാണെന്ന് കണക്കും. അന്നേരം അങ്ങനെയുള്ള വിദേശത്തു നിന്നുള്ള ആശ്രയത്വം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ലേബർ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഏഴാമത്തെ അവരുടെ പ്ലാനാണ് കൺസ്ട്രക്ഷൻ സെക്ടർ ഫോക്കസ്. നമുക്കറിയാമല്ലോ, കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുള്ള മേഖലയാണ്.
യു കെയിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖല വളരെ വലുതാണ്. ഇപ്പോൾ യു കെ ഗവൺമെന്റ് ഒരുപാട് പുതിയ വീടുകൾ തയ്യാറാക്കാനുള്ള പ്ലാനുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് വേക്കൻസികൾ വരാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ യു കെയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ യു കെയിൽ ഏകദേശം 2 ലക്ഷത്തോളം ഫോറിൻ വർക്കേഴ്സ് ആണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അതായത് വിസയിൽ വന്ന് യു കെയിൽ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള എണ്ണം 2 ലക്ഷത്തോളമാണ്. ലേബർ ഗവൺമെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ വിദേശത്തു നിന്നുള്ളവരെ ആകർഷിക്കാതെ യു കെയിൽ നിന്നുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കാനുള്ള ഒരു പ്ലാനാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമെന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ റിക്രൂട്ട്മെന്റിന് പ്രശ്നമൊന്നുമില്ല. ഫ്യൂച്ചറിലായിരിക്കും ഇതെല്ലാം ബാധിക്കാനുള്ള ചാൻസ് വരുന്നത്. എട്ടാമത്തെ അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ IT സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ IT സെക്ടറിൽ നിയർലി 1,50,000 വിദേശികളാണ് യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വിസയിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് നല്ല സാലറിയിൽ യു കെയിൽ വർക്ക് ചെയ്യുന്നത്. അന്നേരം ഈ IT സെക്ടറിൽ യു കെയിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് അവർ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയില്ല ഇതൊക്കെ എത്രമാത്രം സക്സസ് ആകുമെന്ന്. കാരണം ഈ പദ്ധതികളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് കൂടുതലും IT സെക്ടറിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എംപ്ലോയേഴ്സിന് അവർക്ക് കൂടുതൽ ട്രെയിനിങ്ങോ അവർക്ക് വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ സാലറി മാത്രം കൊടുത്താൽ മതി. പക്ഷേ യു കെയിൽ നിന്ന് ട്രെയിൻ ചെയ്ത് ഇവരെ എടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്രമാത്രം സക്സസ് ആവുമെന്ന് നമുക്ക് അറിയാം. അടുത്തത് 9ാമത്തെ അവർ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ കെയർ റീഫോം ആണ്. ഈ സോഷ്യൽ റീഫോം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന സോഷ്യൽ കെയർ സെക്ടറിനെ മൊത്തമായിട്ട് പൊളിച്ചെഴുതുക എന്നുള്ളത്. അതിനകത്ത് ഇപ്പോൾ 16% വിദേശത്തു നിന്നുള്ള ആൾക്കാർ ഇവിടുത്തെ സോഷ്യൽ കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. അന്നേരം അതിലൊരു പൊളിച്ചെഴുത്താണ് യു കെ ലേബർ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. 10ാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ചേഞ്ചസ് ആണ്. കെയർ മേഖല നമുക്കറിയാമല്ലോ, യു കെയിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന വിദേശത്തുള്ളവർ തന്നെയാണ്. ഇവിടുത്തെ NHSൽ ഏകദേശം 2 ലക്ഷത്തോളം വിദേശീയരാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള നഴ്സിംഗ് ഹോമുകൾ, കെയർ ഹോമുകളിലെല്ലാം ഒരുപാട് പേരാണ് വിദേശത്തു നിന്നുള്ളവർ വിസയിൽ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഒരുപാട് പേരാണ് കെയറായിട്ടും സീനിയർ കെയറൊക്കെ ആയിട്ട് യു കെയിലേക്ക് വന്നത്. ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു അഴിച്ചുപണിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഉള്ളവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് അവരുടെ 10ാമത്തെ പ്ലാൻ, ഹെൽത്ത് സെക്ടർ ചേഞ്ചസ്. അടുത്തത് 11ാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് സെക്ടർ സ്ട്രാറ്റജി. അതായത് കറന്റ് യു കെയിൽ ഇപ്പോൾ 58,000 ഫോറിൻ എഞ്ചിനീയേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് 58,000 പേര് യു കെയിൽ വിസയിൽ എഞ്ചിനീയർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പല ഫീൽഡിലുണ്ട്. എഞ്ചിനീയറിംഗിന്റെ വിവിധ സെക്ഷൻ, നമുക്കറിയാം ഒരുപാട് സെക്ഷനുകളുണ്ട് എഞ്ചിനീയറിംഗിൽ. നല്ല സാലറിയിലാണ് ഈ എഞ്ചിനീയറിംഗ് സെക്ടറിലും വിദേശത്ത് വരുന്നവരെല്ലാം വർക്ക് ചെയ്യുന്നത്. അന്നേരം ഇവിടെ ഉള്ളവരെ ആശ്രയിക്കാൻ വേണ്ടി ഇവിടുത്തെ എംപ്ലോയേഴ്സിനെ നിർബന്ധിക്കാനുള്ള ഒരു പ്ലാനാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഉള്ളവരെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള പ്ലാനാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. 12ാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സാലറി ത്രഷോൾഡ്. അതായത് യു കെയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവരുടെ സാലറി ക്രമാതീതമായിട്ട് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ അടുത്ത പ്ലാൻ. അതായത് അങ്ങനെ സാലറി ക്രമാതീതമായിട്ട് കൂട്ടുമ്പോൾ ഇവിടെയുള്ള എംപ്ലോയേഴ്സ് വിദേശത്തുള്ളവരെ ആശ്രയിക്കാതെ ലോക്കൽ ടാലന്റിനെ ആശ്രയിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഇപ്പോൾ വിദേശത്തു നിന്നുള്ളവരുടെ സാലറി ക്രൈറ്റീരിയ വളരെ കുറവായതുകൊണ്ട് 38,700 പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ സ്കിൽഡ് വർക്കർ വിസയിൽ വളരെ കുറഞ്ഞ സാലറിയാണ്. പലർക്കും ഇവിടെ ഉള്ളവർ വർക്ക് ചെയ്യുന്നതിന്റെ പകുതി സാലറിയിലൊക്കെയാണ് നമ്മുടെ ഈ സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർ പകുതി വർക്ക് ചെയ്യുന്നത്. അന്നേരം ആ സാലറി ക്രൈറ്റീരിയ ഉയർത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു ലക്ഷ്യം. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഫൈനൽ ഡിസിഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. 13ാമത്തത് ലെങ്തനിങ് ഹയറിംഗ് ബാൻസ്. അതായത് ഇവിടുത്തെ എംപ്ലോയേഴ്സിനെ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് തടയുക. അതായത് കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാതെ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥാപനങ്ങളെ ബാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് കഴിഞ്ഞ വർഷം ഏകദേശം 1000-ഓളം സ്ഥാപനങ്ങളെയാണ് അവർ ബാൻ ചെയ്ത് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ ഡൊമിസിലറി കെയർ വിസയിൽ വന്നതും അതുപോലെ തന്നെ കെയർ വിസയിലൊക്കെ വന്ന് ഒരുപാട് കെയർ ഹോമുകളുടെയും ഡൊമിസിലറിയുടെയൊക്കെ ലൈസൻസ് ആണ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഓൾറെഡി യു കെയിൽ എത്തിക്കഴിഞ്ഞ് ലൈസൻസ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 60 ദിവസത്തെ നോട്ടീസാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പുതിയ എംപ്ലോയറെ കണ്ടെത്താം. ഇപ്പോൾ യു കെ ഗവൺമെന്റ് ഓൾറെഡി അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എംപ്ലോയേഴ്സിനെ ചെക്ക് ചെയ്യുക, അവർക്ക് പ്രാപ്തി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അവരുടെ ലൈസൻസ് കളയുക, കൂടുതൽ സ്ഥാപനങ്ങളുടെ ലൈസൻസ് എടുത്ത് കളയുക എന്നുള്ളതാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. അന്നേരം കറക്റ്റായിട്ട് നിയമങ്ങൾ പാലിച്ച് ചെയ്യാത്ത എല്ലാവരെയും തന്നെ ലൈസൻസ് നഷ്ടപ്പെടും. അന്നേരം അവർക്ക് വിദേശത്ത് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ലേബറിന്റെ അടുത്ത ഒരു പ്ലാൻ. ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വിദേശത്ത് നിന്ന് തട്ടിപ്പിലൂടെ ആൾക്കാരെ യു കെയിലേക്ക് കൊണ്ടുവരുന്നത് തടയാൻ ഒരു പരിധി വരെ ഇതിനെ സാധിക്കും. ഈ IT വിസ പോലുള്ള തട്ടിപ്പുകൾ നടത്തി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആൾക്കാർ യു കെയിലുണ്ട്. പക്ഷെ ഇവരാരും ഈ കൊണ്ടുവന്നവരുടെ ദുഃഖമോ കണ്ണീരോ ഒന്നും കാണാൻ ശ്രമിക്കാറില്ല. അന്നേരം ഗവൺമെന്റ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം പൂട്ടുവീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പുകളൊക്കെ ഒരു പരിധി വരെ ഇവിടെ കുറയുന്നത്. 14ാമത്തേന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് അഡ്വൈസറി കമ്മിറ്റി എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ യു കെയിലേക്ക് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയാണ് നമുക്ക് വിദേശ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിനെ സഹായിക്കും. അന്നേരം ഈ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാനുള്ള പ്ലാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷവും ഏകദേശം 2 ലക്ഷത്തോളം വിസകളുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ചെക്ക് ചെയ്ത് ഗവൺമെന്റിനെ സഹായിക്കുന്നത്. അന്നേരം അവർക്ക് കൂടുതൽ ഫ്രീഡം നൽകാനുള്ള ഒരു പ്ലാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതായത് 14ാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് അഡ്വൈസറി കമ്മിറ്റി എന്നുള്ളതാണ്. ലേബറിന്റെ 15ാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് കൊളാബറേഷൻ ആണ്.
അതായത് UK ഗവൺമെന്റും ഇവിടുത്തുള്ള ബിസിനസ്സൊക്കെ ആയിട്ടൊരു കൊളാബറേഷൻ ഉണ്ടാക്കുക, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുക, അങ്ങനെ ഓരോ മേഖലയിലുമുള്ള വേക്കൻസികൾ കണ്ടെത്തുക, അങ്ങനെ ആ വേക്കൻസികൾക്ക് UK നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ഒക്കുമോ എന്നുള്ളത് കണ്ടെത്തുക, അതല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ വിദേശ റിക്രൂട്ട്മെന്റിനെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളത് കണ്ടെത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ബിസിനസ്സുമായിട്ട് ഗവൺമെന്റിന് ഒരു കൊളാബറേഷൻ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനാണ് ഗവൺമെന്റ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടുത്തെ ലോക്കൽ ബിസിനസ്സുകളും ഗവൺമെന്റുമായിട്ട് ഡയറക്റ്റ് ഒരു കൊളാബറേഷൻ വഴി ഇവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയാനുള്ള ഒരു തീരുമാനമാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. 16ാമത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എൻഡിങ് ഫ്രീ മൂവ്മെന്റ്. അത് ഓൾറെഡി വന്ന കാര്യമാണ്. ഇന്നത്തെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK ഫ്രീ മൂവ്മെന്റ് ഓൾറെഡി നിർത്തലാക്കിയതാണ്. അന്നേരം പലരും ഇത് ഈ ഫ്രീ മൂവ്മെന്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ഇപ്പോൾ ലേബർ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അവർ ഒരു കാരണവശാലും ആ ഫ്രീ മൂവ്മെന്റ് നിർത്തലാക്കിയത് തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇനിയും UK ആർക്കും ഫ്രീ ആയിട്ട് വരാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഉള്ള നിയമം അതുപോലെ തന്നെ നിലനിർത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതുവഴി UK കൂടുതൽ ആൾക്കാർ കുടിയേറുന്നത് തടയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അന്നേരം ഇത് നമ്മൾ മലയാളികളെയൊക്കെ സംബന്ധിച്ച് നല്ലൊരു വാർത്തയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് പോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ആൾക്കാർക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു വാർത്തയാണ്. 17ാമത്തെ നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽസ് ഇംഗ്ലണ്ട് ഇനിഷ്യേറ്റീവ് ആണ്. ഇത് ലേബർ ഗവൺമെന്റ് പുതിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. അതായത് ഒരു പുതിയ പ്രൊഫഷണൽ ബോഡി രൂപീകരിക്കുകയാണ്, സ്കിൽസ് ഇംഗ്ലണ്ട് എന്ന് പേര് കൊടുത്തുകൊണ്ട്. അവർ ഇവിടെയുള്ള സ്കിൽസ് ഡെവലപ്മെന്റ് എഫേർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് UK തന്നെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, UK ആൾക്കാരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്കിൽസ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ് പുതിയൊരു പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. ഇവർ അത് ഏകദേശം 100 ബില്യൺ ആണ് ഒരു വർഷത്തേക്ക് ഇതിനു വേണ്ടി അവർ നീക്കി വെച്ചിരിക്കുന്നത്. അടുത്തത് 18ാമത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പോയിന്റ് ബേസ് സിസ്റ്റം ആണ്. നമുക്കറിയാമല്ലോ UK നമുക്കിപ്പോൾ ഒരാൾക്ക് വരണമെങ്കിൽ നമ്മൾ പോയിന്റ് ബേസ് സിസ്റ്റം വഴി 70 പോയിന്റ് ലഭിക്കേണ്ടതാണ്. ആ 70 പോയിന്റ് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് UK വരാൻ സാധിക്കും. ഇപ്പോൾ UK ഗവൺമെന്റ് ഈ പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവർ എന്ത് മാറ്റമാണ് വരുത്തുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരതിനകത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തും. ആ മാറ്റങ്ങൾ അനുസരിച്ചായിരിക്കും. അതായത് ഫ്യൂച്ചറിൽ UK അത്യാവശ്യമുള്ള മേഖലകളിൽ മാത്രം ആൾക്കാർ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ല കഴിവുള്ളവർ മാത്രം UK വരുന്ന രീതിയിൽ ആ മേഖലയെ പൊളിച്ചെഴുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ നല്ലൊരു മാറ്റം വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. 19ാമത്തെ നിർദ്ദേശം അവർ വെച്ചിരിക്കുന്ന ടാക്ലിംഗ് ഇറഗുലർ മൈഗ്രേഷൻ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിന്റെ പേര് മാറ്റി ഇറഗുലർ ഇമിഗ്രേഷൻ എന്നാക്കി. ഇല്ലീഗൽ എന്നുള്ള ഒരു ടേം അവർ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2023 46,000 പേരാണ് കടൽ മാർഗം UK എത്തിയത്. അതായത് ഒരു പേപ്പർ വർക്കും ഇല്ലാതെ, PCC ഇല്ല, മെഡിക്കൽ ഇല്ലാതെ ഫ്രീ ആയിട്ട് UK എത്തിയത് 23,000 പേരാണ്. ഈ വർഷം അതിൽ കൂടുതൽ പേര് വരുമെന്നാണ് ഇതുവരെയുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അന്നേരം ഈ ഇറഗുലർ മൈഗ്രേഷൻ കുറയ്ക്കും എന്ന് തന്നെയാണ് ലേബർ ഗവൺമെന്റ് പറയുന്നത്. പക്ഷേ അത് എങ്ങനെ കുറയ്ക്കും, എപ്പോൾ കുറയ്ക്കും, എത്ര നാൾ എടുക്കും, ഇതിനെക്കുറിച്ചൊന്നും ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അവരൊരു ബോർഡർ കമാൻഡിനെ രൂപീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ എത്ര സമയം എടുക്കുമെന്ന് ആർക്കും അറിയില്ല. അന്നേരം അവരുടെ അടുത്ത പ്രോഗ്രാം, അതായത് 19ാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്ലിംഗ് ഇറഗുലർ ഇമിഗ്രേഷൻ. അതായത് നേരത്തെ പേരാണെങ്കിൽ ടാക്ലിംഗ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് തന്നെ പറയാം. 20ാമത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് എഗ്രിമെന്റ് വിത്ത് ദ EU. യൂറോപ്യൻ യൂണിയനുമായിട്ട് റിട്ടേൺ എഗ്രിമെന്റ് തയ്യാറാക്കുകയാണ്. അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അനധികൃതമായിട്ട് UK ആരും കഴിയുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് കടത്തിവിടുന്നതിനുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അന്നേരം ആ എഗ്രിമെന്റ് കൂടുതൽ ശക്തമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ട്. 21ാമത്തെ അവരുടെ ഒരു നിർദ്ദേശം പറഞ്ഞാൽ സ്ക്രാപ്പിംഗ് ദ റുവാണ്ട സ്കീം. ഇത് ഓൾറെഡി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. UK ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരെ അവരുടെ കേസ് കഴിയുന്നത് വരെ റുവാണ്ടയിലേക്ക് കയറ്റി അയക്കുന്ന ഒരു പ്ലാൻ ആയിരുന്നു. ഈ ഒരു പ്ലാൻ വളരെ നല്ലൊരു പ്ലാനായിട്ട് മുമ്പോട്ട് വന്നതായിരുന്നു. ആ പ്ലാൻ നിലവിൽ വന്നപ്പോൾ UK കുടിയേറ്റം കുറഞ്ഞിരുന്നു, അനധികൃത കുടിയേറ്റം കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ലേബർ ഗവൺമെന്റ് എടുത്തു മാറ്റിയപ്പോൾ വീണ്ടും പഴയതുപോലെ UK ആൾക്കാർ ഇറഗുലർ ഇമിഗ്രേഷൻ കൂടിക്കൊണ്ടുവരിക. ഇനി അവർ എന്താണ് അതിന് പകരമായിട്ട് കൊണ്ടുവരുന്നതെന്ന് ആർക്കും അറിയില്ല. അന്നേരം അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 21 കാര്യങ്ങളാണ് ലേബർ ഗവൺമെന്റ് പുതിയതായിട്ട് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. UK കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പ്ലാനുകളെല്ലാം വെച്ച്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തത്സമയം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.